പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് വേണ്ടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾ വൈകിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നു. ഒപ്പം തന്നെ കുറെ കുട്ടികളുടെ നിരന്തര ചോദ്യമാണ് ജൂൺ 2025 അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് വീഡിയോയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുബാറക് മാസ്റ്റർ എംനോട്ട്സിലൂടെ സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാത്ത ഒരു വിഷമം വളരെയേറെ കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ജൂൺ 2025 സെഷനിലെ എക്സാം അസൈൻമെന്റ് മസ്റ്റായി നിങ്ങൾ സമർപ്പിക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഇഗ്നോ അതിന്റെ സമയം നീട്ടിത്തരാറുണ്ട്. പരീക്ഷയുടെ 15 ദിവസം, പരീക്ഷ ആരംഭിക്കുന്നതിന് 15 ദിവസം മുമ്പ് വരെ സമയം നീട്ടിത്തരാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം അധികപക്ഷവും നീട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ പോലും എല്ലാ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റർമാരുടെ സമർത്ഥമായ നിർദ്ദേശപ്രകാരം അവരുടെ ഇടപെടലുകളിലൂടെ പരീക്ഷയ്ക്ക് സമർപ്പിക്കാനുള്ള, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഏതാനും ദിവസങ്ങൾക്ക് നീട്ടിവെക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ്. ഒഫീഷ്യലി ഇതുവരെ ഇഗ്നോ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിലും അസൈൻമെന്റ് സമർപ്പിക്കാതെ ഇരിക്കരുത്. നിങ്ങൾ അസൈൻമെന്റ് എഴുതി പൂർത്തിയായിട്ടില്ല എങ്കിൽ അസൈൻമെന്റ് എഴുതിക്കോളും. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസൈൻമെന്റ് എഴുതുന്നതിനോടൊപ്പം തന്നെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഇഗ്നോയിലെ റഫറൻസ് മെറ്റീരിയൽ കരസ്ഥമാക്കുക എന്നുള്ളത്. എന്താണ് ഒരു ഇഗ്നോ റഫറൻസ് മെറ്റീരിയലിന്റെ പ്രത്യേകത? മുൻ വർഷത്തെ 10 സെഷനുകളുടെ ചോദ്യ പേപ്പറുകൾ അനാലിസിസ് നടത്തിയിട്ടുണ്ടാവും. പരിപൂർണമായും ഇഗ്നോയുടെ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ചാപ്റ്റർ വൈസ് റഫറൻസസ്, ഫുൾ കോഴ്സസ് കവർ ചെയ്തിട്ടുണ്ടാവും. സോൾവ്ഡ് പ്രീവിയസ് സെഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഒപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടും ഉണ്ടാകും. ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയലുടെ ചുവടെ കൊടുത്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും നമുക്ക് അതിൽ ലഭ്യമാണ്. എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ലഭ്യമാണ്. 100% അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ലഭ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സയൻസ് വിദ്യാർത്ഥിയുടെ മനസ്സിൽ നിന്ന് ഒരു ചോദ്യം വരും, സർ സയൻസിന് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ ലഭ്യമാണോ? യെസ്, തീർച്ചയായും. MSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ജിയോഗ്രഫി, ജിയോ ഇൻഫർമേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ എല്ലാ പ്രോഗ്രാമിനും, MBA, MCom, MCA തുടങ്ങിയ എല്ലാ പ്രോഗ്രാമിനും, അതുപോലെ തന്നെ ബിരുദ തലത്തിലുള്ള സയൻസ് പ്രോഗ്രാമുകൾക്കും ആന്ത്രപ്പോളജി പ്രോഗ്രാമുകൾക്കും എല്ലാ ഓണേഴ്സ് പ്രോഗ്രാമുകൾക്കും ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ought to be എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ തരുന്നത്. വാട്ട് ought to be? കാലാവസ്ഥാ പ്രവചനം ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ വർത്തമാനം കേവലം ഒരു വർത്തമാനം മാത്രമായി കേൾക്കുന്നവർക്ക് മഴ ചിലപ്പോൾ കൊള്ളേണ്ടി വരും. ചിലപ്പോൾ അവർ കുട കരുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മുക്കുവന്മാരാണെങ്കിൽ കടലിൽ പോയിട്ടുണ്ടാവും, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവില്ല, അവർ അപകടത്തിലാവും. അതിനെ കളിയാക്കാതെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ മുൻകരുതലുകൾ എടുത്ത് അവൻ വല കൊണ്ടുപോയിട്ടുണ്ടാകും, അതിനോടൊപ്പം തന്നെ രക്ഷാ കവചങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവും, ചാർജ് ചെയ്ത മൊബൈൽ ഫോണും മറ്റുള്ളതും കൊണ്ടുപോയി അവന്റെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ കാലം രക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ സമയം രക്ഷിക്കാനുള്ള, നിങ്ങളുടെ മാർക്കുകൾ രക്ഷിക്കാനുള്ള, പണം രക്ഷിക്കാനുള്ള ചില ഉപാധികളാണ് ഈ ഒരു പ്രഡിക്ഷനിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളോട് അഭിപ്രായപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയേക്കാം.
നീട്ടി എന്ന് പറയണമെങ്കിൽ ഒഫീഷ്യലി സൈറ്റിൽ അത് ഡിക്ലെയർ ചെയ്യാതെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ആ കാര്യം പറയാറില്ല. വിൽ ought to be, അത് നീട്ടിയേക്കാം. അതുകൊണ്ട് എഴുതാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എഴുതി സമർപ്പിക്കുകയാണ്. സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോസ്റ്റലിൽ അയച്ചു കൊടുക്കുക. ഇതിനു വേണ്ടി 200 രൂപ 300 രൂപ 500 രൂപ ചെലവ് ചെയ്ത് സ്റ്റഡി സെന്ററിൽ പോയി ക്യൂ നിന്ന് അവിടെ കാണുന്ന ഒരു ബോക്സിൽ ഈ സാധനം അല്ലെങ്കിൽ ഈ അസൈൻമെന്റ് നിക്ഷേപിച്ച് വെറുതെ നിങ്ങൾ തിരിച്ചു വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് മാസ്റ്ററുടെയോ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിങ്ങളുടെ പാർസൽ ഏൽപ്പിക്കുക. അവർ തരുന്ന റെസിപ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ല അക്നോളജ്മെന്റ് എന്ന് മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഇത് കഴിഞ്ഞാൽ, അസൈൻമെന്റ് കഴിഞ്ഞാൽ കാര്യങ്ങൾ തീർന്നില്ല, മറിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ലഭ്യമാകണം, ഈസി കാൽക്കുലേഷൻസ് മെത്തേഡ് ലഭ്യമാകണം, ഈസി ഫോർമുല ലഭ്യമാകണം, 100% സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് 100% പാസ് അഷുറൻസ് ലഭിക്കുന്ന ഗൈഡുകൾ നമുക്ക് എവിടെ കിട്ടും? സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഏറ്റവും ആധികാരികമായ ഇഗ്നോ റഫറൻസ് ബുക്സ് ലേബർ ഇന്ത്യ യൂണിറ്റ് ലെവൽ പോലെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഷോർട്ട് ആൻസേഴ്സ്, മെമ്മറീസ് ഉൾപ്പെടുന്ന അറ്റ് എ ഗ്ലാൻസ് ചാപ്റ്റർ എന്നുള്ള തരത്തിൽ 100% അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ. ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരു ചെറിയ ഒരു കാര്യം അഭിപ്രായപ്പെട്ടോട്ടെ, എം നോട്ട്സ് താങ്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഈ വർത്തമാനം സമയബന്ധിതമായി എത്തിച്ചേരാൻ നിങ്ങളുടെ ഒരു ഷെയർ, നിങ്ങളുടെ ഒരു ഫോർവേഡ് എല്ലാവർക്കും അതിൻ്റെതായ ഗുണം ചെയ്യും. അതിന്റെ പുണ്യം നിങ്ങൾക്കും കിട്ടും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാ നന്മകളും വരുന്ന പരീക്ഷകളിൽ താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.